ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ലഞ്ചും അതേപോലെ ഫുൾ ക്ലീനിങ്ങും ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വിശേഷങ്ങളുണ്ട്. മീഷോന്ന് വാങ്ങിച്ച കുറച്ച് ബെഡ്ഷീറ്റ്, അതേപോലെ വൈകുന്നേരത്തെ എന്താ പറയുക സ്നാക്സ്, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും ഇതിൻ്റെ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 1 മണിക്കൂർ കൊണ്ട് എല്ലാ ക്ലീനിങ്ങും എന്താ പറയുക ഉച്ചക്കത്തെ ലഞ്ചാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളെല്ലാവരും നല്ല മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ടൈം ഒരുപാടായി. ചില ആൾക്കാർ രാവിലെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലാണ് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി 4 മണി വരെയൊക്കെ കിച്ചണിൽ കിടന്നിട്ട് ഇങ്ങനെ വിരകി കുട്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ക്ലീനിങ്ങും അതേപോലെ തന്നെ ലഞ്ചും എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഇതിൽ ഇങ്ങനെ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് കുറേ ടൈം ഉള്ളി വഴറ്റി കുറേ ടൈം അങ്ങനെ വേസ്റ്റാക്കി കളയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ അതാ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. ഒരു 3-4 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ബൾബ് വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഇതാണ് വേണ്ടത്. ഇതിപ്പോൾ ഈ സവാള ഞാൻ ബിരിയാണിക്ക് മാത്രമല്ല തൈരിൽക്കും പിന്നെ ബിരിയാണിക്ക് ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 വലുതും 1 ചെറുതുമാണ്. ഞങ്ങൾ 3 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ സവാള എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കലാണ്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ബിരിയാണി വെക്കാനായിട്ട് കുറേ ടൈം പിടിക്കുകയും ചെയ്യും. ഇതങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതിനും വഴറ്റാതെ തന്നെ വെച്ചാൽ നല്ല അടിപൊളി നമ്മളെ കല്യാണത്തിനൊക്കെ കിട്ടണ അതേപോലത്തെ വെപ്പേര ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തൊലി കളഞ്ഞ് പെട്ടെന്ന് ചെയ്തെടുക്കലാണ്. മടി പിടിച്ചിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ടെൻഷനിലായിരിക്കും എല്ലാ വീട്ടമ്മമാരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഈ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വെളുത്തുള്ളി തൊലി കളയുകയാണെങ്കിൽ 2 സൈഡുള്ള തൊലി ഫുള്ളായിട്ടൊന്നും കളയില്ല. 2 സൈഡൊന്ന് ചെത്തി കൊടുക്കലാണ്. അങ്ങനെ പെട്ടെന്ന് എടുക്കണ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. പക്ഷെ അത് വെന്ത് കഴിഞ്ഞാൽ അത് നല്ലോണം അതിൻ്റെ തൊലിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതാ വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലാണ് വെളുത്തുള്ളിയുടെ. ഇപ്പോൾ ഇതാ എല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 4 സവാള. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിൽ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കലാണ്. ഇപ്പോൾ ഇതാ ഞാനൊരു കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ബിരിയാണി വെക്കുന്നത്. ലാസ്റ്റ് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ ഇതാ വഴറ്റി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി ഇതെല്ലാം ഒരുമിച്ചാണ് വെക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഇത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നതിന് ശേഷം 2 വിസിൽ, വെള്ളമൊന്നും ഒഴിക്കാതെ 2 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് വിറകടുപ്പിലാണ് ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കത്തിച്ചതിന് ശേഷം ഞാനിതാ എല്ലാം പെട്ടെന്ന് അടിച്ചു വാരാൻ പോയിട്ടുണ്ട് അകങ്ങളെല്ലാം.
ആ വെള്ളം നമ്മൾ വാട്ടാൻ വെച്ച ആ ഒരു വഴണ്ട് വന്ന് വിസിലടിക്കുന്നത് വരെ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുക്കണം. ഇങ്ങനെ ചെയ്താലേ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ തീരും ചെയ്യും. ക്ലീനിങ്ങും ഇതിൻ്റെ കൂടെ നടക്കും ചെയ്യും. നമ്മൾ ഒരു പണി കഴിഞ്ഞ് അടുത്ത പണി ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ പണികളെല്ലാം നേരം വൈകിയിട്ട് നമ്മൾ 3 മണി 4 മണിക്കൊക്കെ കുളിയൊക്കെ കഴിയുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ എൻ്റെ അടിച്ചു വാരൽ അടുക്കള വരെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ ഉള്ളി തക്കാളി ഈ മസാല എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം വഴണ്ടിയിട്ടുണ്ട്. വാട്ടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ബ്രോയിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് മല്ലിപ്പൊടിയാണ്. സോറി, ഞാൻ പറഞ്ഞതിൽ മാറി തോന്നുന്നത്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തൈരും പിന്നെ മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്രോയിലർ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി വരുന്ന തൈര് കൊണ്ട് ഉള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട്, അത് ഞാനൊരു തൈരും ഉള്ളിയാണ് അച്ചാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തൈര് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതാ അവിടെ നല്ല വെട്ടിത്തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതാ അവിടെ മുപ്പിച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അത് ആ മസാല എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അരി കഴുകിയതിൻ്റെ ശേഷം നെയ്ച്ചോറിനുള്ള ചോറ് റെഡിയാക്കി എടുക്കലാണ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള. അങ്ങനെ ആ ചോറ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ട്രിപ്പ് ക്ലീനിങ് തുടങ്ങാം. ഇനിയിപ്പോൾ അത് ആ ചോറ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം മടക്കി വെക്കാം. പിന്നെ അതേപോലെ ടേബിള് ക്ലീനിങ് എല്ലാം ചെയ്യാം, വാഷ് ബേസ് കഴുകാം. അതൊക്കെ ചെയ്തെടുക്കലാണ് ഞാൻ. ഇപ്പോൾ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ടേബിളൊന്ന് തുടച്ചെടുക്കണം. അരി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അപ്പോൾ വെന്ത് കുറഞ്ഞ സമയമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പണികളെല്ലാം ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ആയി പോയില്ല. ഇനിയിപ്പോൾ അതാ വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. അങ്ങനെ വാഷ് ബേസിനെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ സമയത്ത് നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അരി വെന്തതിന് ശേഷം ഞാൻ ആ നെയ്ച്ചോറിൻ്റെ അരി മസാലയ്ക്ക് ചേർത്ത് കൊടുക്കലാണ് ഊറ്റിയതിന് ശേഷം. ഇപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്നൊരു ചെറിയ ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ദമ്മിട്ടിട്ടാണ്, അടുപ്പിലല്ലേ വെച്ചിരിക്കുന്നത്. ഏതായാലും അടുപ്പിൽ നല്ല കനലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പിലോട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മൾ ഈ റൈസ് ഊറ്റിടലാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിൽ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതങ്ങനെ ഒരു പീസായിട്ട് ചേർത്ത് കൊടുക്കലാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച് സവാള, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം അടച്ച് വെച്ച് അത് കനലിലിട്ട് കൊടുക്കലാണ്. അതൊരു അരമണിക്കൂർ ദമ്മിലവിടെ എടുക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ചോറിൻ്റെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെക്കണ ആ ഒരു ബിരിയാണിയേക്കായി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതാ ഞാനിനി ബാക്കി പണികൾ ചെയ്യാണ്, എല്ലാം തുടച്ചെടുക്കലാണ്.
അങ്ങനെ ഇതാ നിലങ്ങളെല്ലാം മോപ്പറ്റ് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇപ്പോൾ നമ്മുടെ ലഞ്ചും റെഡിയായി, ക്ലീനിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചൺ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. കിച്ചണും കൂടി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ ചെയ്യലാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണൊക്കെ അടിച്ച് വാരി കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം തുടച്ചിട്ട് ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കിച്ചണൊക്കെ നല്ലോണം ക്ലീനായി. എല്ലാ പണിയും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ നടക്കാതായിട്ട് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ലഞ്ച് റെഡിയായി, എല്ലാം ക്ലീനായതാണ്. എല്ലാ ബെഡ്ഷീറ്റും കാര്യങ്ങളും അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഓരോന്നായിട്ട്. റൂമും കാര്യങ്ങളും ബെഡ്ഷീറ്റും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടി കൂടാതെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നടക്കും. നമ്മൾ വിചാരിക്കണം ആദ്യം ഇതിൻ്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ നടക്കണം എന്നുള്ള വിചാരിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ എല്ലാം റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോറിൻ്റെ അവസ്ഥ. നല്ല അടിപൊളിയായി, ഒരു വറ്റൊന്നിനോട് തൊടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യണ ഞങ്ങൾക്ക് കാണിച്ച് തരാൻ കണ്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ റൈസും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വെട്ട് കേക്ക് ഉണ്ടാക്കണ റെസിപ്പി ഉണ്ട്, പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കണ റെസിപ്പി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മീഷോന്ന് 2 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. കണ്ടാൽ നല്ല ലുക്കാണ്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളെടുത്ത് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് മസാലയെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുന്നുണ്ട്. കൂടുതൽ ടൈമൊന്നും എടുക്കാതെ, ടൈമൊന്നും ഇല്ലാത്ത നല്ല ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നല്ല റൈസ് കിട്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് അറിയിക്കണം. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാനൊരു വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് മൈദയ്ക്ക് ആ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അതേ സെയിം കേക്കാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് നിങ്ങൾ ഏത് പാത്രത്തിലാണോ മൈദ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 1/2 പാത്രം റവപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് മൈദക്ക് 1/2 ഗ്ലാസ് റവ എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പിക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് റവ, അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സോഡാപ്പൊടിയോ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ
ബേക്കിംഗ് പൗഡറോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഒരു മാവ് നല്ലോണം ആ ഒരു മിക്സ് നല്ലോണം അത് എല്ലായിടത്തും എത്തുന്ന രൂപത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര, ഏലക്ക, ഒരു 3-4 ഏലക്ക ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കലാണ്. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും 2 മുട്ട ആവശ്യമുള്ളൂ, പക്ഷേ ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ നാടൻ മുട്ട, വീട്ടിലുള്ള മുട്ട ആയതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് വലിയ നല്ല സൈസ് കൂടുതലുള്ളതാവുമല്ലോ, അപ്പോൾ അത് 2 മതി. ഇത് ചെറുതായതുകൊണ്ട് 3, പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് ഓവറായിരുന്നു. ശരിക്കും നിങ്ങൾ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മൈദയ്ക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നല്ലോണം ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കലാണ്. ഇതൊരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് നല്ലൊരു ചപ്പാത്തിൻ്റെ ഒക്കെ ആ ഒരു കുഴക്കണ രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് കുറച്ചും കോഴിമുട്ട ചേർത്തത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മൈദപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടിയ പോലെ ഇതിൽ വെള്ളം ചേർക്കുക ചെയ്യരുത്. ആ ഒരു മുട്ടയുടെ മിക്സാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ടയും പഞ്ചസാരയുള്ള ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു മാവ് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെർഫെക്റ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ കിട്ടും. പിന്നെ ഞാനിതിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനത് ചേർക്കാൻ മറന്നിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് നല്ലോണം കൈ വെച്ച് കുഴച്ച് അടിപൊളിയായി കുട്ടപ്പനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ, ഓയിലോ എന്താ തടവി കൊടുക്കലാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ കുഴച്ചെടുക്കണം. ഇനി ഇത് 1 മണിക്കൂർ കുഴച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കലാണ്. കൈ വെച്ച് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. നല്ല നീളത്തിൽ വേണം, ഒരേ സൈസിൽ വേണം ഇത് ഇതേപോലെ ഉരുട്ടിയെടുക്കാനായിട്ട്. ഇത് ഒരേ സൈസ് ആയാൽ നമുക്ക് എല്ലാം ഒരേ ഒരു അളവിൽ കിട്ടുള്ളൂ. പിന്നെ ഒരു വിരലിൻ്റെ ഒരു 1/2 ഇഞ്ച് രൂപത്തിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു കത്തി വെച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും കത്തി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലേ ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാന് വെച്ച് ചൂടാക്കലാണ്. ഇത് ഓവർ ചൂടിൽ വറുത്തെടുക്കാൻ പാടില്ല. നല്ല ചൂട് കൂടിക്കഴിഞ്ഞാലില്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു തിള വരുന്ന സമയത്ത് നമ്മളിത് വറുത്തെടുക്കണം. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടുള്ളൂ. കൂടുതൽ തീ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വേവാതെ ഇതും പുറം ഭാഗം നല്ലോണം കരിഞ്ഞ് ഉള്ളിൽ വേവാത്ത രൂപത്തിലായി കിട്ടും.
എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്, വറുത്തെടുക്കേണ്ടത്. ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതിങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കലാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, പക്ഷെ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം പിടിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇതല്ലാതെ കൂടുതൽ ടൈം എന്താണ് പറയുക, നമുക്ക് നല്ലൊരു പണി പിടിച്ച ഒരു സ്നാക്സ് ഒന്നുമല്ല. കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ പെർഫെക്റ്റ് ആ രുചിയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇതാ ഇതിൻ്റെ ഒരു സൈഡ് കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് സൈസും കൂടി വരുന്നുണ്ട്. നമുക്ക് നല്ല സൈസിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വലിപ്പം കൂട്ടി കൊടുത്താൽ മതി. തീയിൻ്റെ കാര്യത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓവർ തീ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഉള്ളു വേവാതെ എത്ര രൂപത്തിലായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇപ്പോൾ ദാ ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി കളറ് ചേഞ്ച് ആവുന്നത് വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ആ ഒരു രൂപത്തിലായി വന്നിട്ടുണ്ട്. ഉള്ളും നല്ല സോഫ്റ്റാണ്, എന്നാൽ പുറമെ നല്ല മുരുമുരുപ്പായിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗം കുക്കാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റലാണ്. ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഇതിൽ. പക്ഷേ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് അതിൻ്റെ എന്താണ് പറയുക, ചൂടെല്ലാം മാറിയതിന് ശേഷം നോക്കുമ്പോഴാണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായി കിട്ടൽ. ഇനി ഇതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് മുഴുവനും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയും ക്വാണ്ടിറ്റിയിലുണ്ട് കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് മൈദ കൊണ്ട് ഇത്രയും കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ വൈകുന്നേരത്തെ ചായ എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ രാത്രിക്കുള്ള ഫുഡ് നോക്കലാണ്. അപ്പോൾ അന്ന് നമ്മൾ പൂളയും ബീഫുമാണ് ചെയ്തെടുക്കൽ. അപ്പോൾ അതും കൂടെ തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ അത് ആ പൂള നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പീസാക്കി എടുത്തിട്ടുണ്ട്. പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളം ചേർത്ത് പോയി ഒരു കപ്പ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ചെമ്പിലാണ് ഈ കപ്പ വേവിച്ചെടുക്കുന്നത്. നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം.
ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കപ്പ വെന്തുക്കളൊന്ന് നോക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു കപ്പയാണ്, നല്ല അടിപൊളി കപ്പയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പ എല്ലാം വെന്ത് റെഡിയായി. ഞാൻ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അതേപോലെ ചുവന്നുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചതച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പ കഴിക്കാനായിട്ട്. പിന്നെ 2 പച്ചമുളകാണ് കീറിയത് ചേർത്ത് കൊടുക്കുക, എരിവിന് ആവശ്യമായിട്ടുള്ള. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു കപ്പ ഈ ഒരു തേങ്ങാപ്പാലിൽ ഒന്നും കൂടെ വെന്ത് ഉടഞ്ഞണം. ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇതൊന്നും കൂടെ വേവിച്ചെടുക്കലാണ്. അപ്പോൾ അതാ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നമ്മുടെ കപ്പ നല്ലോണം വെന്ത് നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ച് ലൂസിലാണ് ഈ ഒരു കപ്പ കിട്ടേണ്ടത്. പാൽ കപ്പായ കാരണം കുറച്ച് ഈ ഒരു ഇതിൽ വേണം, പക്ഷെ ഞാനൊന്നും കൂടെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറവ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഒരു പാൻ ഇവിടെ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കലാണ്. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് കടുകിട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ വറവിട്ടെടുക്കുന്നത് പോലെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ചുവന്ന മുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതാ മുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കലാണ്. ഇനി ഈ ഒരു വറവ് ഈ ഒരു കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ബീഫിൻ്റെ കൂടെ, ചിക്കൻ്റെ കൂടെയും നല്ല മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കപ്പയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ബീഫാണ് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതൊരു വാഴയില വെച്ചൊരു പ്ലേറ്റിലോട്ട് കഴിക്കാനായിട്ട് വെക്കാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റും, നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ബീഫുമാണ് എടുക്കുന്നത്. ബീഫ് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽക്കപ്പയും ബീഫും കേട്ടോ, സോറി, കപ്പയും ബീഫും മാത്രമല്ല പാൽക്കപ്പയും ബീഫും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മീഷോന്ന് വാങ്ങിച്ച 2 ബെഡ്ഷീറ്റാണ്. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പയുടെ കഴിക്കുന്നതാണ്, ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്.
ഇനി നമ്മുടെ 2 ബെഡ്ഷീറ്റ് ഒന്ന് പൊട്ടിക്കലാണ്, അതും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാം. അപ്പോൾ അതാ ഈ ഒരു ബെഡ്ഷീറ്റ് നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റാണ്, നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. നല്ല 2 പില്ലോ കവറും പിന്നെ ഇതിൻ്റെ കൂടെ 2 കുഷ്യനും എല്ലാം ഉണ്ട്. എനിക്കിത് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ നല്ലൊരു അടിപൊളി റേറ്റിൽ തന്നെ ഇത്രയും നല്ലൊരു ബെഡ്ഷീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കിട്ടൽ തന്നെയാണ്. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവറും ഉണ്ട്, 2 കുഷ്യനും ഉണ്ട്. കുഷ്യനും കുഷ്യൻ്റെ കവറും അങ്ങനെ ഒരുമിച്ചാണ് വരുന്നത്, സെറ്റായിട്ടാണ് വരുന്നത്. ഇതാണ് ഒരു ബെഡ്ഷീറ്റ്. ഇതൊരു ലൈനായിട്ടാണ് 2-3 കളറിലാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്കിത് നിർത്തി കാണിച്ചു തരാം. ഇത് ഞാൻ ബെഡിൽ വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള 2 കുഷ്യന്, 2 ചെറിയ 2 കുഷ്യന്. പക്ഷേ ഈ കുഷ്യന് നല്ല അടിപൊളി കുഷ്യനാണ്. ഇതൊരിക്കലും ഒരു കംപ്ലൈൻറ്റും ഇതിന് വരുന്നില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ 2 എണ്ണം ഓർഡർ ചെയ്തിരുന്നു. അത് 2 നല്ല അടിപൊളിയാണ്. പക്ഷെ അത് നല്ല ഒറിജിനൽ കോട്ടൺ അല്ലായിരുന്നില്ല, പക്ഷേ ഇത് നല്ല കോട്ടനാണ്. അത് ഒരു സിൽക്ക് കോട്ടൺ ആയിരുന്നു. ഈ കുഷ്യനൊക്കെ നല്ല അടിപൊളി കുഷ്യനാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 പില്ലോ കവറുണ്ട്. മൊത്തത്തിൽ 5 പീസാണുള്ളത്. ഇനി ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ. നല്ല കട്ടിയുള്ള അടിപൊളി പില്ലോ കവറാണ്. നല്ല സിബൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ്. ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു റേറ്റിൽ ഇത്രയും നല്ലൊരു ബെഡ്ഷീറ്റ് കിട്ടുക എന്നുള്ള നല്ലൊരു ഇതാണ്. നിങ്ങളെല്ലാവരും വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം. ബെഡ്ഷീറ്റും തന്നെ നല്ലൊരു കോട്ടനാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് 560 590 അങ്ങനെ എന്തോ ഒരു റേറ്റിലാണ് ഇത് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ബെഡ്ഷീറ്റും കൂടെ കാണിക്കാം. അതൊരു പ്രിൻറ്റിലാണ് വരുന്നത്, പ്രിൻ്റ് ബെഡ്ഷീറ്റാണ്. ഇത് നല്ലൊരു കവറിൽ നല്ലൊരു പാക്കിംഗ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു സിബുള്ള ഒരു കവറും കൂടെ ഉണ്ട്. നമുക്കിത് ഉപയോഗം കഴിഞ്ഞാൽ ഈ ഒരു കവറിൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് കഴുകിയതിന് ശേഷം വാഷ് ചെയ്താലൊക്കെ എടുത്ത് വെക്കാനും പറ്റും. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് ഇതിന്മേൽ വരുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഞാൻ വിരിച്ചിട്ട് 2 ബെഡിൽ വിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതാ ഇതിൻ്റെ കൂടെ 2 കുഷ്യനുണ്ട് കേട്ടോ. അപ്പോൾ കുഷ്യനൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ കവറ് കഴുകിയതിന് ശേഷം ആ ഒരു കുഷ്യൻ ആ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ 2 കുഷ്യനും 2 പില്ലോ കവറും പിന്നെ ഒരു മെയിൻ കവറാണുള്ളത്. ഇതും അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ്, നല്ല കോട്ടനാണ്. ഇതിനും സിബും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പില്ലോ കവറിനും കുഷ്യനൊക്കെ നല്ലൊരു സിബ്, നല്ലൊരു സ്റ്റിച്ചിങ്ങൊക്കെ നല്ലൊരിതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് 2ഉം ഒന്ന് ബെഡിൽ വിരിച്ചത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ വിശേഷങ്ങൾ. ഇനി ഇതൊന്ന് വിരിച്ചിട്ട് കണ്ടു നോക്കാം. ഇതിൻ്റെ മുന്നേ ഞാൻ 2 എണ്ണം വാങ്ങിയിരുന്നു. 1 വർഷത്തോളം ഉപയോഗിച്ചിട്ട് ഇപ്പോഴൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇത് വിരിച്ചിട്ടുള്ള ഇതിൻ്റെ
എന്താ പറയുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി പ്രിൻ്റാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല കോട്ടൻ്റെ ഒരു ബെഡ്ഷീറ്റാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബെഡ്ഷീറ്റ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ കോഡ് നമ്പർ തരാം. നല്ല ഇത്രയും ഒരു കുറഞ്ഞ റേറ്റിൽ ഇത്ര നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ മുന്നേ വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒന്ന്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറുമാണ്. ഈ ഒരു പിങ്ക് ഒരു ഗ്രീൻ കളറുമാണ് ഞാൻ ആദ്യം ചെയ്തത്. ഒരു വർഷത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മെഷീനിലൊക്കെ ഇട്ടിട്ടാണ് വാഷ് ചെയ്യുന്നത്. പക്ഷേ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പില്ലോ കവറും അതേപോലെ തന്നെ കുഷ്യൻ കവറായാലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് സാധാരണ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ, കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ വീട്ടിലൊക്കെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റാണ്. നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ പറ്റും.